ഭഗവാന്റെ ദശാവതാരങ്ങളിൽ അവസാനത്തേതാണ് കൽക്കി അവതാരം. കലികാലത്തിൽ എല്ലാവരും നാസ്തികന്മാരായി അധർമ്മികളായി മാറും. അതായത് കലി ആളുകളെയെല്ലാം വല്ലാതെ ബാധിക്കും എന്നർത്ഥം. കലി ബാധിച്ചു കഴിഞ്ഞാൽ അധർമ്മം നിറയും, തിന്മ, അസമത്വം, ഉച്ചനീചത്വങ്ങൾ, ഈശ്വരവിശ്വാസം ഇല്ലായ്ക, അങ്ങനെ കലി ബാധിച്ചതിൻ്റെ സൂചനകളാണ് ഇതൊക്കെ. അപ്പോൾ അങ്ങനെ കലി ബാധിക്കുന്ന സമയത്ത് അധർമ്മം വിളയാടുമ്പോൾ, തിന്മ വിളയാടുമ്പോൾ, അസമത്വം നിലനിൽക്കുമ്പോൾ അതിൽ നിന്നെല്ലാം സാധാരണ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി കൽക്കിയായിട്ട് ഭഗവാൻ അവതരിക്കുകയാണ്. അപ്പോൾ കൽക്കി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ അധർമ്മത്തെ, തിന്മയെയും ഒക്കെ ഇല്ലാതാക്കും. അതിന് ഉതകുന്ന വിധത്തിൽ കയ്യിൽ നന്ദകം എന്ന ഒരു ഖഡ്ഗവുമായിട്ടാണ് കാറ്റിനേക്കാൾ വേഗത്തിൽ പായുന്ന ദേവദത്തം എന്ന കുതിരയുമായി പറന്നു വരുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ കലിയുഗത്തിൻ്റെ അവസാന കാലത്തിലാണ് കൽക്കിയുടെ അവതാരം ഉണ്ടാവുക. അതായത് ശമ്പല ഗ്രാമത്തിൽ വിഷ്ണു യശസ്സിൻ്റെയും സുമതിയുടെയും മകനായിട്ട് കൽക്കി ജനിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ കൽക്കി അവതരിച്ച് വന്നു കഴിഞ്ഞാൽ അധർമ്മത്തെ, തിന്മയെ, അസമത്വത്തെ ഇല്ലാതാക്കും. അങ്ങനെ പുതിയ ഒരു സത്യയുഗം തിരികെ കൊണ്ടുവരാണ് കലിയെ നീക്കി കൽക്കി അവതാരത്തിൻ്റെ ഉദ്ദേശം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.